എന്താണ് നെയ്ത്തേങ്ങ? അതുകൂടെ പറഞ്ഞുതരാം. നെയ്ത്തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം പോലെയാണ്. ഷബീറിന്റെ ശരീരം. എനിക്കൊരു ആത്മാവുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഈ കാണുന്ന ബോഡി സ്ഥൂല ശരീരമാണ്. അത് ഒരു നെയ്ത്തേങ്ങ എടുത്താൽ നെയ്ത്തേങ്ങയുടെ മുകളിൽ ഇരിക്കുന്ന ആ ചിരട്ടയില്ലേ, അതാണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം. നെയ്ത്തേങ്ങയ്ക്ക് അകത്തിരിക്കുന്ന വെള്ള പരിപ്പില്ലേ, തേങ്ങാ പരിപ്പ്, അതാണ് ഏത്? സൂക്ഷ്മ ശരീരം. ഈ കാണുന്നത് സ്ഥൂല ശരീരം. എന്റെ ആത്മാവാണ് സൂക്ഷ്മ ശരീരം. തേങ്ങ അതിന്റെ ഒരു സിമ്പലാണ്. തേങ്ങയുടെ മുകളിലിരിക്കുന്ന ചിരട്ട എന്ത് ശരീരം? സ്ഥൂല ശരീരം. അതിനകത്തിരിക്കുന്ന പരിപ്പ് സൂക്ഷ്മ ശരീരം. ആ ശരീരത്തിനകത്ത് നെയ്ത്തേങ്ങ നെയ്യൊഴിക്കുകയാണ്. എന്താണ് നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യന്റെ സകലമായ തിന്മകളെയും നശിപ്പിച്ചു കളയുന്ന, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ദൈവീകത നിറയ്ക്കുന്ന എല്ലാ തിന്മകളെയും ഉരുക്കി ഒഴിച്ച് ഹൃദയത്തെ സമാനമാക്കി അത് ലയിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് ചുമന്നുകൊണ്ട് പോയി നേരെ ശബരിമല 18 പടിയുടെ മുമ്പിലുള്ള ആഴിക്ക് സമർപ്പിക്കുകയാണ്. ആഴിക്ക് സമർപ്പിക്കുക, ആഴിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങയെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെയും അവന്റെ മനസ്സിനെയും അവന്റെ പാപങ്ങളെയും എന്ത് ചെയ്യുന്നു? ആഴിക്ക് സമർപ്പിക്കുന്നു. സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ 1ാമത്തെ പടിയിൽ ചവിട്ടും. 1ാമത്തെ പടിയുടെ പ്രത്യേകത ആണെന്നറിയോ? കാമം. കാമം, ഒരു മനുഷ്യന്റെ കാമം, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന പാപങ്ങളിലെ 5 ഇന്ദ്രിയങ്ങളിലെ ആദ്യത്തെ പാപം അവിടെ വീഴണം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന പാപങ്ങൾ ആദ്യം അവിടെ വീഴും. ആദ്യത്തെ പടിയിൽ. ഞാൻ ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇരുമുടിക്കെട്ടുമായി ആദ്യത്തെ പടിയിൽ കയറുമ്പോൾ കണ്ണുകൊണ്ടുണ്ടാകുന്ന പാപം, 2ാമത്തെ പടിയിൽ കയറുമ്പോൾ നാവ് കൊണ്ടുണ്ടാകുന്ന പാപം, 3ാമത്തെ പടിയിൽ കയറുമ്പോൾ അവന്റെ ചെവി കൊണ്ട് കേട്ട പാപം, 4ാമത്തെ പടിയിൽ കയറുമ്പോൾ എന്താണ്? അവന്റെ നാസാരന്ധ്രങ്ങൾ കൊണ്ട് അശുദ്ധി കൊണ്ടുണ്ടാക്കിയ പാപങ്ങൾ, 5ാമത്തെ പടിയിൽ കയറുമ്പോൾ അവന്റെ സ്പർശനം കൊണ്ട് തൊട്ടുകൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുപോകുന്ന പാപങ്ങളാണ് 5 പടികൾ. ഒരാൾ ഇരുമുടിക്കെട്ടുമായി 5 പടികൾ കയറുമ്പോൾ അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന 5 പാപങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വീഴും. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് അവിടെ വരിക. അടുത്തത് അപ്പൊ 5 പടിയായല്ലോ. 6ാമത്തെ പടി മുതൽ 8 പടികൾ. അത് അഷ്ടരാഗങ്ങളാണ്. അഷ്ടരാഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളാണ്. 6ാമത്തെ പടിയിൽ പഞ്ചേന്ദ്രിയം കഴിഞ്ഞ 6ാമത്തെ പടിയിൽ ഒരാൾ കയറുമ്പോൾ കാമം വീഴും, അവിടെ തീരും. അത് കഴിഞ്ഞ് മോഹം, ലോഭം, മതം, മാത്സര്യം, ദമ്പ്, അഹങ്കാരം, അസൂയ, 8 അവിടെ വീഴും. അഥവാ ഒരു മനുഷ്യന്റെ കാമ, ക്രോധ, മോഹ, ലോഭ, സ്വാർത്ഥ, ദമ്പ്, അസൂയ, അഹങ്കാരങ്ങളെല്ലാം ആ 8 പടികളിൽ വീഴും. അപ്പൊ എത്ര പടിയായി? 8. പിന്നെ പറയുന്നത് 13 പടികളായി. 13ാമത്തെ പടി മുതൽ 3 പടികൾ ഗുണങ്ങളാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് സുമാരണ്ണ? ആദ്യത്തെ ഗുണം ഏതാണ്? രജോ ഗുണം. ഒരു മനുഷ്യൻ ഇവിടെ പ്രസംഗിക്കുന്ന ഈ വീര്യം ഉണ്ടല്ലോ, അതാണ് രജോ ഗുണം. എന്താ പറയുക? പമ്മാതെ യുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് രജോ ഗുണം. അതാണ് രജോ ഗുണം. ആ രജോ ഗുണം അവിടെ വീഴും. അഥവാ അവന്റെ എന്താണ് തിളപ്പൊക്കെ അവിടെ കിടക്കും. അടുത്തേതാണ് തമോ ഗുണം. ഒരു മനുഷ്യന്റെ നമ്മൾ അറിയാത്ത ഇരുട്ടിന്റെ മറവിൽ നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങളില്ലേ, തമോ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ അവിടെ വീഴും. അടുത്തത് സാത്വിക ഗുണം. ചില ആളുകൾ സാത്വികന്മാരായിരിക്കും, പക്ഷെ അത് സാത്വിക ഭാവത്തിലുള്ള സാത്വിക ഗുണങ്ങൾ അവിടെ വീഴും. അപ്പൊ എത്ര പടിയായി? ശിവന്റെ എത്ര പടിയായി? 16 പടിയായി. 16ാമത്തെ പടിയിൽ കഴിഞ്ഞാൽ 2 പടികൾ ബാക്കിയുണ്ട്. അതിൽ 17ാമത്തെ പടി ജ്ഞാനം. ഒരു മനുഷ്യൻ പന്താഹോക്കിലും ജ്ഞാനം അനസ്വത്തിലുമൊക്കെ ഇത്രയും കാലം പഠിച്ച LLB ഉൾപ്പെടെയുള്ള ജ്ഞാനം അവിടെ ഉപേക്ഷിക്കുകയാണ്, അവിടെ തീരും. 17ാമത്തെ പടിയിൽ ബാഹുൽ ഇപ്പൊ എടുത്ത കോട്ട അവിടെ വീഴും. നിന്റെ ജ്ഞാനത്തിന്റെ സകല അഹങ്കാരവും അവിടെ തീരും.
അത് കഴിഞ്ഞ അജ്ഞാനം, ഇതുവരെ നീ പഠിക്കാതിരുന്നത് കൊണ്ടുണ്ടായ സകലമായ കുഴപ്പങ്ങളും അജ്ഞാനമാണ്. ആ അജ്ഞാനവും ഇവിടെ വീഴും, അവിടെ വീഴും. ഇപ്പൊ എത്ര പടിയായി? 18 പടിയായി. 18 പടികളിലൂടെ സകലതും തീർന്നതിന് ശേഷം ഒരാൾ മുകളിലേക്ക് കയറുമ്പോ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ നീ ആരായി? നീ ആരെയാണ് തിരഞ്ഞു വന്നത്? നീ ആരെ തിരഞ്ഞു വന്നു? നീ അയ്യപ്പനെയാണ് തിരഞ്ഞു വന്നത്. ഇപ്പൊ നീ ആരായി മാറി? നീ തന്നെയായി മാറി. അഥവാ ഞാനും നീയും ദൈവമായി മാറി. അഥവാ നീയും ഞാനും ഒന്നായി മാറി. പുറത്തുനിന്ന് വന്ന ഞാനും അകത്തിരുന്ന ദൈവവും ഒന്നായിട്ട് മാറി. അതുകൊണ്ടാണ് ലോകത്ത് ഒരു അമ്പലത്തിലും ഒരു ക്ഷേത്രത്തിലും ഒരു മോസ്കിലും ദൈവത്തെ കാണാൻ പോകുന്നവർ ദൈവമായി മാറുന്ന ചിത്രം ലോകത്തിനൊടത്തുമില്ല. ഈ ശബരിമലയിൽ മാത്രമാണ് 18 പടികൾ കയറി ചെല്ലുന്നവർ ദൈവമായിട്ട് ദൈവത്തിന് തുല്യമായിട്ട് മാറുന്നത്. അപ്പോഴാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി. നീ ആരെ തിരഞ്ഞു വന്നോ അവിടെ നീ തന്നെയാണ് എന്ന് പറയുന്ന തത്വം അവിടെയാണ് വരിക. പിണറായി വിജയൻ 18 പടി